പ്രണയം വിൽക്കപ്പെടുന്നു. രചന അവതരണം സിദ്ദീഖ് ഓമശ്ശേരി. മഞ്ഞുകണങ്ങൾ പെയ്തിറങ്ങുന്ന തണുത്ത രാത്രി. അഗാധമായ ചിന്തകളിൽ നിന്നും അവളെ ഉണർത്തിയത് പ്രണയത്തിൻ്റെ മനോഹരമായ ഓർമ്മകളാണെന്ന് സ്റ്റാറ്റസിൽ നിന്നും ഞാൻ വായിച്ചെടുത്തു. പ്രണയം വിൽക്കപ്പെടുന്നു. ഞാൻ മാത്രം കാണാനായി അവൾ കുറിച്ച വരികളാണെന്ന് എനിക്ക് ബോധ്യമായി. പ്രണയത്തിനിടയ്ക്ക് ചില വിടവുകൾ വല്ലാത്ത അകൽച്ച ഫീൽ ചെയ്യാറുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചത്. 2 ദിവസം മുന്നേ പാതിരാത്രിയിൽ അവളുടെ മനസ്സ് അസ്വസ്ഥമായി അലഞ്ഞു തിരിഞ്ഞപ്പോൾ അല്പസമയം എനിക്കായി മാറ്റിവെക്കുമോ എന്ന് മെസ്സേജ് അയച്ചിരുന്നു. യാത്രയിലായതിനാൽ കൂടുതൽ സമയം മാറ്റിവെക്കാനോ മറുപടികൾ അതിവേഗം നൽകാനോ സാധ്യമായില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും മൊബൈൽ ഉപയോഗിച്ചാൽ ഛർദ്ദിക്കാൻ വരും. എനിക്ക് അതായിരുന്നു കാരണം. അന്നു മുതലാണ് പ്രണയവൃക്ഷത്തിൻ്റെ ശിഖിരങ്ങളിലെ ഇലകൾക്ക് ചെറിയൊരു ഉണക്കം വന്നു തുടങ്ങിയത്. ഒരേ കൊമ്പുകളിലിരുന്ന് മണിക്കൂറുകൾ കിന്നരിച്ചിരുന്ന സ്ഥാനത്ത് ശുഭദിനവും ശുഭരാത്രിയുമായി ചുരുങ്ങി. ഒന്നുറപ്പുണ്ട്, ഓർമ്മകൾ പെയ്തു തുടങ്ങിയാൽ പ്രണയം അവിടെ വീണ്ടും കുത്തിയൊലിക്കും. കൈകൾ കോർത്തു പിടിച്ചു നടന്നതും തോളുരുമിരുന്നതും മടിയിൽ തലവെച്ച് കിടന്നതും അതരങ്ങളിലെ മധുനുകർന്നതും ചുംബനങ്ങളാൽ പൊതിഞ്ഞതും മറവിക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ബൈക്ക് യാത്രയിലെ ബ്രേക്ക് പിടുത്തവും ചേർന്നിരുന്ന് വയറിലെ കെട്ടിപ്പിടിച്ചതും കാലിലെ നുള്ളലും വീണ്ടും ഓർമ്മകളുടെ പർദീസയിലൂടെ രണ്ടാളെയും ഒരേപോലെ സഞ്ചരിപ്പിക്കും. അത്തരമൊരു സ്മരണയാണ് ഇന്നും അവളെ എന്നിലേക്ക് അടുപ്പിച്ചതെന്ന് ഞാൻ ചിന്തിച്ചതിലും തെറ്റില്ല. നിനക്കെന്നെ വേണ്ടെങ്കിൽ എൻ്റെ പ്രണയത്തെ ഞാൻ വിൽക്കുകയാണ്. പറഞ്ഞു തീരുമുന്നേ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. നമ്മുടെ പ്രണയത്തെ വിൽക്കാൻ കഴിയുമോ? ഞാൻ ചോദിച്ചു. ഇല്ല എന്നവൾക്ക് മറുപടി പറയണമെന്നുണ്ട്. സംസാരിക്കാൻ കഴിയുന്നില്ല. വിങ്ങിപ്പൊട്ടുന്ന മനസ്സിനെ പതിയെ ആശ്വസിപ്പിച്ചു. അവസാനം അവൾ മറുപടി തന്നു. നിന്റെ ഓർമ്മകളെ ജീവിതത്തിൽ ഏത് കയറ്റവും ഇറക്കവും വന്നാലും ഒരു മാറ്റുപോലും കുറയാതെ മനസ്സിൻ്റെ ഒരു കോണിൽ നിധി പോലെ ഞാൻ സൂക്ഷിക്കും.